കൈമുറിച്ചു മാറ്റപ്പെട്ട 9 വയസ്സുകാരി വിനോദിനുടെ അമ്മ പ്രസീതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ DMOയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായതായി പറയുന്നില്ല. ചികിത്സാ പിഴവ് തന്നെയാണ് ഉണ്ടായത്. ചികിത്സാ പിഴവെന്ന് കാരണം അവർ നല്ല ഇത് തന്നതാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തന്നതാണെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. കാരണം അവർ നോക്കുമ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയും. ഇപ്പോൾ ഒരു പനി വന്ന ടെസ്റ്റ് ചെയ്യാൻ പറയും. പറയും. അപ്പോൾ അവർ ചെയ്തില്ല. കാരണം എല്ല് പൊട്ടിയിട്ടും അവർ വേഗം മരുന്ന് വെച്ച് അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ അയച്ചു വിടുകയാണ് ചെയ്തത്. ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസം വന്നാലും ടെസ്റ്റ് ചെയ്തില്ല. പിറ്റേ ദിവസം പറഞ്ഞയച്ചു വിട്ടു. ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ പോയി. 10-10:30 ഒരു 10 മണി അങ്ങനെ ആകുമ്പോൾ പോയി. ഒരു 11 മണിയാകുമ്പോഴേക്കും 11 മണിയാകുമ്പോഴേക്കും 12 മണിയാകുമ്പോഴേക്കും വീടെത്തുകയും ചെയ്തു. കാരണം OPയിൽ കാണിച്ച് OPയിൽ നിന്ന് മരുന്ന് തന്നു. അങ്ങനെ നിങ്ങൾ പെക്കോളയും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അയച്ചു വിട്ടു. അതായത് 24-ാം തീയതി ജില്ലാ ആശുപത്രിയിൽ പോയി. അതിനുശേഷം 25-ാം തീയതിയും പോയി. 25-ാം തീയതിയും പോയി. പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം 25 മുതൽ 30 വരെയുള്ള തീയതികൾ നിങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവരങ്ങനെയല്ലേ പറയുള്ളൂ. അവൻ്റെ മേലെ തെറ്റുണ്ടായിട്ട് അവർ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ പറയുള്ളൂ. കാരണം ഇത്രയും വാർത്തയാക്കിയിരിക്കുകയല്ലേ. അപ്പോൾ അവരങ്ങനെയല്ലേ പറയുള്ളൂ. ഡോക്ടർമാരെ സംരക്ഷിക്കുകയാണ്. അവരെ സംരക്ഷിക്കണം. അവരിനെ തന്നെ സംരക്ഷിക്കണം. കൈകളിൽ വലിയ മുറിവായിരുന്നുണ്ടായിരുന്നത്? ഇല്ല, ഒരു ചെറിയൊരു മുറി, ഇത്ര പൊട്ട് മുറി തപ്പിട്ട് അത് നന്നായി ചോര പോകുന്നുണ്ടായിരുന്നു. ഇത് രക്തം കട്ട പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഏതോ സമയത്ത്? എന്താണ് ഈ രക്തം കട്ട പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. കൈമുറിച്ച് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 ദിവസത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ശരീരത്തിന് കറുപ്പ് നിറം വന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. 5 ദിവസം 30-ാം തീയതി ഞങ്ങൾ കണ്ടത് രാവിലെ. വൈകിട്ടൊന്നും 29-ാം തീയതിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്താ 30-ാം തീയതി പോകേണ്ടതല്ലേ പറഞ്ഞിട്ട് 20-ാം തീയതി കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് 29-ാം തീയതി കുളിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവൾ എണിക്കുകയൊക്കെ ചെയ്തു. എണിച്ച് നടക്കുകയൊക്കെ ചെയ്യും. ബാത്റൂമിലേക്ക് പോകും. കൈയൊക്കെ കഴുകാനൊക്കെ പോകും. കൈ പറഞ്ഞാൽ വെളിയിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പോകും. ഡോക്ടർമാരോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു? അവരൊന്നും മിണ്ടിയില്ല. കാരണം നിങ്ങളെന്താ ശ്രദ്ധിച്ചില്ല ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാം. അവരേ പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതിട്ടിരിക്കുകയല്ലേ, ബാൻഡേജ് ഇട്ടിരിക്കില്ലേ, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നോക്കാൻ പറ്റില്ലല്ലോ സാറേ പറഞ്ഞപ്പോൾ അത് ശരിയാണ് അവരേ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം എങ്ങനെയായിരുന്നു ചികിത്സയൊക്കെ? ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടല്ല. ഡോക്ടർമാരെ എല്ലാവരും വന്നു, വേഗം വന്ന് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ദിവസം തന്നെ നല്ലോണം കെയറിങ് അപ്പോഴും ഉണ്ടായിരുന്നു. ഇവർ കെയറിങ്ങിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. വേഗം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ DMO നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയോ മറ്റോ ചെയ്തിരുന്നോ? DMO അറിയില്ല. ഇല്ല. ആരൊക്കെയായിരുന്നു നിങ്ങളെ വിളിച്ചത് ഇന്നലെ? DMO വിളിച്ചു. പിന്നെ പഞ്ചായത്തിൽ നിന്ന്, അങ്ങനെ പിന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തോ? ആരെങ്കിലും വിളിക്കുകയോ ചെയ്തോ? എന്നെയാ ഇങ്ങനെ കൊടുക്കേണ്ടി പറഞ്ഞിട്ടൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം എന്താണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർമാർ ഇപ്പോൾ ICUലാണ് കുട്ടി. അപ്പോൾ ICU തന്നെ ഇപ്പോൾ ഇരിക്കട്ടെ. കാരണം ഇപ്പോൾ ഇവിടേക്ക് നമ്മുടെ OPൻ്റെ ഇവിടേക്ക് കൊണ്ടുവന്നാലും താഴേക്ക് കൊണ്ടുവന്നാലും അവിടെ നല്ല ഇതുണ്ടാവില്ല, കെയറിങ് ഉണ്ടാവില്ല. അപ്പോൾ ICU തന്നെ ഇരിക്കട്ടെ പറഞ്ഞിട്ട്. കാരണം ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കൈയല്ലേ, അതുകൊണ്ട്. ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്നുള്ള പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ? പാലക്കാട്ടിലെയാ? അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ നന്നായി നോക്കിയില്ല. ആ പരാതി എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അത് ഇപ്പോൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആരോഗ്യ വകുപ്പ്, അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നീതിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഏത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ മോൾക്ക് ഇനി എന്തായാലും കൈയൊന്നും തിരിച്ചു കിട്ടാൻ പോണില്ല. നീതി കിട്ടിയാൽ മതി. കാരണം അവൾക്ക് ഇനി മുന്നോട്ടേക്കാണ് പോണത്, പിന്നോട്ടേക്കല്ലല്ലോ. 8 വയസ്സുകായ ഒരു ചെറിയ കുട്ടിയല്ലേ. ഇനി അവളുടെ ഭാവിയുണ്ട്, അവൾക്ക് ഒരു ഭാവി. അതൊക്കെ നോക്കണ്ടേ ഇനി നമ്മൾ? ഈ ഒറ്റ കൈ കൊണ്ട് അവളെങ്ങനെ? എനിക്കതൊന്നും അറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കുഴപ്പമില്ല വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ട്. മോള് ഇപ്പോൾ വേദന ഉണ്ടോ? ഇപ്പോൾ വേദനയുണ്ട്, പനിയാണ്. ആ വേദനൻ്റെ പനി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു പനി, ഇതപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർമാരും മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട്.
ഏതായാലും DMOയുടെ റിപ്പോർട്ട് അത് അംഗീകരിക്കുന്നില്ല. കാരണം അവിടെ ചികിത്സാ പിഴവ് കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർമാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അല്ലാതെ താൻ നേരത്തെ ഉന്നയിച്ചിരുന്ന പരാതികൾ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടിയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ തനിക്ക് കുട്ടിക്ക് നീതി ലഭ്യമാകണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രസീത ഉറച്ചു നിൽക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ K. അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.